ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യൻ മരിച്ചതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ആദിത്യന് അപകടം പറ്റിയെന്ന് മാത്രമേ കോളേജിൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ എന്ന് സഹോദരൻ ദേവൻ. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകനിൽ നിന്ന് നിരന്തരം മാനസിക പീഡനം ഉണ്ടായി. മരണത്തിന് ശേഷം ഇന്നലെയും കോളേജിൽ ക്ലാസ് നടന്നു എന്നും സഹോദരൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു പറയാതെയിരിക്കാൻ സഹപാഠികളുടെ ഫോൺ കോളേജിൽ വാങ്ങിവെച്ചു എന്നും സഹോദരൻ ദേവൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് സാരംഗാണ്. കുടുംബം വലിയ തരത്തിലുള്ള ആരോപണം ആണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നിതിൻ്റെ മരണം അത് ഒരു തീരാനൊമ്പരമായി മലയാളികൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു മരണം കൂടി സംഭവിക്കുന്നത്. സാരംഗ്, ഞാൻ സാരംഗിലേക്ക് വരുന്നതിന് മുമ്പ് ആ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോഴാണ് ഞങ്ങളടുത്ത് ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് നിർത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യയുടെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റി പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് വന്നായിരുന്നു. ഈ ഏതോ ന്യൂസിൻ്റെ താഴെയുള്ള പോസ്റ്റുകൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 കമൻറ്റുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ആദിത്യ പാണ്ഡെ എന്നുള്ള അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് പുള്ളിയാണ് ഇതിന് കാരണം, ആദ്യയുടെ മരണത്തിന് കാരണം പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് ഇടണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയ വേറെ ന്യൂസിൻ്റെ വീഡിയോയുടെയും കമൻറ്റിൻ്റെയും താഴെ നോക്കിയപ്പോൾ എല്ലാത്തിലും വേറെ ആൾക്കാർ ഈ പുള്ളിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ സുഹൃത്തുക്കൾ നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു ഫോട്ടോ താഴെ ഞാൻ കമൻറ്റ് ഇട്ട് ഞാൻ ആദ്യ ചേട്ടനാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുള്ളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് കാര്യം അറിയണം, എന്താണ് കാര്യമെന്ന് അറിയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എനിക്കൊരു 20 കൂടുതൽ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ട്, ചേട്ടാ ആദ്യയുടെ ഫ്രണ്ട്സാണ്, ആദ്യയുടെ കൂടെ പഠിച്ചതാണ്, ആദ്യയുടെ പഠിച്ചിരുന്നവരാണ്, അവിടുന്ന് ഈ സന്ദീപ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ടോർച്ചർ സഹിക്കാൻ അതായത് ഡ്രോപ്പ് ഔട്ടായി പോയവരെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഇതുപോലെ ഈ കാര്യം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചതിലേക്ക് അടിക്കുന്നത്. എന്നിട്ട് അതിലുള്ള ഒരു കുട്ടി എനിക്ക് അയാൾ അടിച്ച ഫോട്ടോ എനിക്ക് ഇട്ടിരുന്നായിരുന്നു. എനിക്ക് ഇന്നലെ കോളേജിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് പാണ്ഡെ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആ ഒരു കേസാ വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ ആ അമ്മയോട് പറഞ്ഞ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ വേറൊരു വീട്ടിൽ ഒരു വിഷയമില്ലാതെ തലേദിവസം വിളിച്ചത് അമ്മയായിട്ട് സംസാരിച്ച് അതിന് മുമ്പത്തെ ദിവസം വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്തുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് BTL കോളേജിലെ മാനേജ്മെൻറ്റ് അവിടെ വന്നത്. പക്ഷേ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളങ്ങോട്ട് അകത്തോട്ട് ക്ഷണിച്ചത്. അത് DK ശിവകുമാരൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ കോളേജ് എന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെ തന്നെയാണ് ആദ്യം വിളിച്ചതും. നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിളിച്ചത്. തലേ ദിവസം വീട്ടിൽ വിളിച്ചതല്ലേ, വീട്ടിൽ വിളിച്ചിട്ട് ഹാപ്പിയായിട്ട് സംസാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അവന് വയ്യ, സീരിയസ് ആണ്, പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇങ്ങനൊരു ഇഷ്യൂ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതാ സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇതിൻ്റെ വസ്തുത എന്തായെന്നറിയില്ല. എന്തായാലും ലഹരി ഉപയോഗിക്കില്ല മകൻ, അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യില്ല മകൻ എന്ന് കുടുംബം ഉറപ്പിച്ചു പറയുകയാണ്. കോളേജ് അധികൃതരിൽ നിന്ന് ഈ വിഷയത്തിലൊരു കൃത്യമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാകുന്നത്? അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ ഒരു കേസ്, അതായത് ആത്മഹത്യ നടന്നതിന് ശേഷം അടക്കം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ രീതികളെല്ലാം തന്നെ അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ് ബാക്കി നിർത്തുന്നത്. കാരണം ഈ ഒരു മരണത്തിന് ശേഷം അടക്കം ഒരു കുടുംബത്തെ അറിയിച്ചതും ഗുരുതരമായി പരിക്കേറ്റു, അതായത് അസുഖബാധിതനാണ് എന്നറിയിച്ചതാണ്. പിന്നീട് ഈ ഒരു മരണത്തിന് ശേഷവും കോളേജിൽ ക്ലാസ് തുടർന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നടക്കം ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സന്ദീപ് പാണ്ഡെ എന്നൊരു അധ്യാപകനാണ് ഈ മരണത്തിന് പ്രധാന കാരണക്കാരൻ. ഇതിനു മുൻപും വിദ്യാർത്ഥികൾ ഇയാളുടെ ഭാഗത്തു നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പലരും, അതായത് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി മുൻപ് ഈ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതായത് പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുന്നത്. പക്ഷേ കോളേജ് ഈ അധ്യാപകനെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേര് ഞാൻ പറയണമെന്നാണ് ഈ ഒരു അധ്യാപകൻ ആവശ്യപ്പെടുന്നത്. അതും അധ്യാപകൻ പറയുന്നവരുടെ പേര് തന്നെ അറിയിക്കണം, അത് ആ രീതിയിൽ പരാതിയായി ഉന്നയിക്കണം എന്നാണ് ഈ ഒരു അധ്യാപകൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാനസിക
മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ ആദിത്യനെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. മാത്രമല്ല ഈ മരണം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം വീട്ടിൽ വിളിക്കുകയും വളരെ സന്തോഷവാനായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എന്താണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയുമില്ല. മാത്രമല്ല പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവവും കുടുംബം വലിയ വേദനയോടുകൂടി തന്നെയാണ് നമ്മോട് പങ്കുവച്ചത്. അവിടെ എത്തിയിട്ട് വളരെ നേരം വൈകിയാണ് കേസെടുക്കുന്ന കാര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത്. മാത്രമല്ല ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ട വലിയ ബന്ധങ്ങളും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്ത് തന്നെയായാലും മരണത്തിൽ എന്തായാലും ദുരൂഹതയുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്നൊരു കടുത്ത തീരുമാനമെടുക്കാൻ ഈ അധ്യാപകൻ്റെ അടക്കം പീഡനം കാരണമായി എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഒരു സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടുകൂടി കുടുംബ വീട്ടിൽ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കോളേജിലെ ഈ ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ഒരു അധ്യാപകനെതിരെയുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറമേക്ക് വരുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ ഈ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അഭിലാഷ്. യെസ്, എന്തായാലും കുടുംബം ഇപ്പോഴും അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹത തുടരുന്നു എന്നുള്ളതാണ്. മകൻ വലിയ തോതിലുള്ള മാനസികമായ സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.